അപ്പം ഞാൻ കരച്ചിലായിരുന്നു. എനിക്ക് രാത്രിയും പകലൊക്കെ ഇരുന്ന് ഞാൻ കരയും. ചിലപ്പം ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഈ ഒരു വീഡിയോ ആർക്കെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആവും എന്ന് വിചാരിച്ചിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ. അതായത് കുറേ ദിവസമായിട്ട് അങ്ങനെ ഞാൻ അപ്ഡേറ്റ്സ് ഒന്നും ഇടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് എൻ്റെ കുറച്ച് കാര്യങ്ങളാണ് ഞാനിതിൽ പറയാൻ പോകുന്നത്. അപ്പോൾ തമ്മിൽ കണ്ടല്ലോ അല്ലേ. ഞാൻ എൻ്റെ പ്രഗ്നൻസിയുടെ പല അപ്ഡേറ്റും ഞാൻ വീഡിയോസാക്കി ഇടാറുണ്ടായിരുന്നു. അപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് എനിക്ക് വൊമിറ്റിംഗ് ഉണ്ടെന്നുള്ളത് ഞാൻ എപ്പോഴും പറയുമായിരുന്നു. അപ്പോൾ ഞാനതിന് ടാബ്ലറ്റ് കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും ഭയങ്കരമായിട്ട് ടാബ്ലറ്റ് കഴിച്ചാലോ നിൽക്കാറൊന്നുമില്ല. അപ്പോൾ എനിക്ക് ഈ ഇടയ്ക്ക് ഡോക്ടർ മരുന്ന് മാറ്റി തന്നിട്ടുണ്ടായിരുന്നു, എമിസെറ്റും ഗുഡ് ഡേയും കൂടി ഒരു നേരം കഴിക്കാൻ. അപ്പം അങ്ങനെയാണ് ഞാനിപ്പോൾ കഴിച്ചുകൊണ്ട് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് ശേഷം കുറച്ച് ടൈറ്റായിട്ടുള്ള ഷെഡ്യൂളായിരുന്നു. സ്കൂൾ തുറക്കുകയൊക്കെ അല്ലേ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളിൽ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ വീട്ടിലെ കാര്യങ്ങളെല്ലാം ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. മക്കളുടെ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. ഇപ്പോൾ സ്കൂൾ തുറന്നപ്പം ഇങ്ങനെ ചില കാര്യങ്ങൾ വാങ്ങിക്കാനും അതിനൊക്കെ പോവും. എന്നാലും ഒരുപാട് പുറത്ത് പോകുന്ന കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യാറില്ല. ഒന്നാമത് ഭയങ്കര മഴയും കാര്യങ്ങളൊക്കെ അല്ലേ. പുറത്ത് പോകുന്നത് തീരെ കുറച്ചു. വാട്ടർ ബോട്ടിൽ അങ്ങനെയുള്ളതൊക്കെ നമ്മൾ ഓൺലൈനിൽ നിന്ന് തന്നെയാണ് വാങ്ങിച്ചിട്ടുണ്ടായത്. ഹസ്ബൻഡ് വരുന്നുണ്ടായിരുന്നു. ഹസ്ബൻഡ് വന്നിട്ട് ഇതൊക്കെ പർച്ചേസ് ചെയ്യാമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ജൂൺ ഫസ്റ്റ് വീക്കിൽ വരാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് കുറേ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്തു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ഭയങ്കരമായിട്ട് വയറ് വേദന ഇങ്ങനെ വരാൻ തുടങ്ങിയത്. അപ്പോൾ ഞാൻ എനിക്ക് മനസ്സിലാവുന്നില്ല ഏതാണെന്നുള്ളതൊക്കെ. അപ്പോൾ ഒരു ദിവസം ഞാൻ വൻപയർ കഴിച്ചിട്ട് ഭയങ്കരമായിട്ട് എനിക്ക് ഗ്യാസ് കയറി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഷോർട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് മുന്നേയും ഈ സംഭവം പയർ കഴിച്ചു കഴിഞ്ഞിട്ടൊക്കെ എനിക്ക് ഭയങ്കര പെയിനാണ് കേട്ടോ. അപ്പോൾ എനിക്ക് രാത്രി കിടക്കാൻ പറ്റുന്നില്ല, പകലൊന്നും ഇരിക്കാൻ പറ്റുന്നില്ല. ഞാൻ എപ്പോഴും ഇരുന്ന് കരച്ചില്ല. എനിക്ക് അത്രയും സഹിക്കാൻ പറ്റാത്ത വേദന. ഈവൻ എനിക്ക് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. എന്താ എന്നുള്ളത് എനിക്ക് അറിയത്തില്ല. എന്നിട്ട് ഞാൻ ഗ്യാസിൻ്റെ മരുന്ന് കഴിച്ചു. അപ്പോൾ ഗ്യാസിൻ്റെ ആ ഒരു പ്രശ്നം അങ്ങ് മാറി കേട്ടോ. 2 ദിവസം എടുത്തത് മാറാനായിട്ട്. ഗ്യാസിന് ഉള്ള ഒരു സിറപ്പ് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു, ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടും എനിക്ക് ആ ഗ്യാസിൻ്റെത് മാറി. പക്ഷേ എനിക്ക് പിന്നെ ഈ വയറുവേദന ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് ശേഷം ഉണ്ടല്ലോ ഈ വയറുവേദന കാലിലേക്കും കയ്യിലേക്കും ഒക്കെ ആയിട്ട് ഭയങ്കര വേദന അങ്ങ് കൂടി. എനിക്ക് സഹിക്കാനേ പറ്റുന്നില്ല. രാത്രിയൊക്കെ ഭയങ്കര പെയിൻ. അപ്പോൾ എഴുന്നേൽക്കാൻ എനിക്ക് ഉറങ്ങാനും പറ്റുന്നില്ല. കയ്യിലും കാലിലൊക്കെ നീരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കിത് അപ്പോൾ എന്നോട് ഹസ്ബൻഡ് തുടക്കത്തിലേ പറയാം, എന്തുണ്ടെങ്കിലും ഹോസ്പിറ്റലിൽ പോകണം, കാരണം ഒറ്റയ്ക്കാണ്. അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകളാകുന്നതിന് മുന്നേ ഡോക്ടറും പറയാറുണ്ട് കേട്ടോ, വേഗം വരണം എന്നുള്ളത് എപ്പോഴും പറയും. പക്ഷേ ഞാൻ വിചാരിച്ചത് എന്താ ഗ്യാസിൻ്റെ എന്തെങ്കിലും ആയിരിക്കും, അല്ലെങ്കിൽ വോമിറ്റിംഗ് ഉള്ളപ്പോൾ എനിക്ക് ശക്തി എടുത്ത് വോമിറ്റ് ചെയ്യുമ്പം എനിക്ക് ഭയങ്കര സൗണ്ടാണ് വോമിറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് വയറുവേദന ഉണ്ടാവാറുണ്ട്, അതാണോ എന്നൊക്കെ ഞാൻ ഫസ്റ്റ് വിചാരിച്ചു. പക്ഷേ എനിക്ക് പിന്നെ നമുക്കൊരു കൺട്രാക്ഷൻ വരുന്ന ആ ഒരു വേദന ഉണ്ടല്ലോ, ആ സെയിം എന്നുവെച്ചാൽ ഓൾറെഡി എനിക്ക് 2 ഡെലിവറി കഴിഞ്ഞിട്ടുള്ളതാണ്. 2ഉം നോർമൽ ഡെലിവറി ആയിരുന്നു. അപ്പോൾ 2നും ഈ കൺട്രാക്ഷൻസിൻ്റെ നല്ല അനുഭവമുണ്ട്. സെക്കൻഡ് ഡെലിവറിക്കാണെന്നുണ്ടെങ്കിൽ എനിക്ക് നേരത്തെ ഡെലിവറി ആയതായിരുന്നു. അപ്പോൾ പറഞ്ഞ ഡേറ്റിനൊക്കെ മുന്നേ ഇങ്ങനെ ഇതുപോലെ പെയിൻ വന്ന് കൺട്രാക്ഷനായി. തലേ ദിവസം ഉച്ചയ്ക്ക് പെയിൻ വന്നിട്ട് നെക്സ്റ്റ് ഡേ ഈവനിങ്ങിനാണ് ഞാൻ ഡെലിവറി ആവുന്നത്. അപ്പോൾ ആ ഒരു പെയിനൊക്കെ നല്ല ഓർമ്മയുണ്ട്. അപ്പം എനിക്ക് അങ്ങനെ വിട്ടായിരുന്നു ഈ ഒരു കൺട്രാക്ഷൻ വരുന്നത്. പിന്നെ അടുപ്പിച്ചങ്ങ് വരാൻ തുടങ്ങി രാത്രിയൊക്കെ. അപ്പം വയറിങ്ങനെ ഭയങ്കരമായിട്ട് ടൈറ്റ് ആവുന്നത്, ആ പ്രസവത്തിന് വരുന്ന ഒരു പെയിൻ ഉണ്ടല്ലോ, എക്സാക്ട്ലി അത് തന്നെ. അപ്പോൾ അത് കയ്യിലോട്ടും കാലിലോട്ടും ഒക്കെ ആയിട്ട് ഭയങ്കര വേദന കേട്ടോ. അപ്പോൾ എനിക്കിത് കൂടി അങ്ങനെ കുറച്ച് ദിവസം 2-3 ദിവസമായി ഇങ്ങനെ. അപ്പോൾ നെക്സ്റ്റ് ഡേ ജൂൺ 2 എനിക്ക് അന്ന് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ. അപ്പോൾ അന്ന് എനിക്ക് തീരെ വയ്യ. അന്നും ഇത് കൂടി തീരെ വയ്യ. അന്ന് സ്കൂളും തുറക്കുകയാണ്. സ്കൂൾ തുറക്കുന്ന അന്നായിരുന്നു കല്യാണം. അപ്പോൾ പക്ഷേ അന്ന് രാവിലെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇരുന്നു. പക്ഷേ എനിക്കൊന്നും ചെയ്യാനോ, കാരണം ഭയങ്കര വേദന. എനിക്കൊന്നും ഇരുന്നാൽ എഴുന്നേക്കാൻ പറ്റുന്നില്ല. ഈവൻ ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ്. കൈക്കും കാലിനും ഒക്കെ വേദന. അപ്പോൾ മഴയും തണുപ്പൊക്കെ അല്ലേ, ഞാൻ ചെരുപ്പൊക്കെ ഇട്ട് നടക്കാൻ തുടങ്ങി. എന്നിട്ടൊന്നും ഞാൻ ഓക്കെ ആവുന്നില്ല. ഏറ്റവും വിഷമം വെഡിങ് ആനിവേഴ്സറിയുടെ അല്ല കേട്ടോ. എനിക്ക് ഏറ്റവും വിഷമം മക്കളുടെ സ്കൂൾ തുറക്കുന്നൊരു ദിവസമാണ്. ആ ഒരു ദിവസം എനിക്ക് അങ്ങ് ഓക്കെ ആവാൻ പറ്റിയില്ലല്ലോ. അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയൊരു വിഷമം.
അത് കഴിഞ്ഞിട്ടും ഞാനിങ്ങനെ ചിന്തിക്കുന്നുണ്ട് എന്താണ് ഇങ്ങനെ ഈ ഒരു സമയം എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. എനിക്ക് എൻ്റെ ഒരു ഡെലിവറിക്കും ഇങ്ങനെ വന്നിട്ടില്ല. ഇങ്ങനെ ഒരു സെക്കൻഡ് ഡെലിവറിക്ക് നേരത്തെ ഡെലിവറി ആയി, പെയിൻ കൺട്രാക്ഷനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു 6 മന്ത്സിൽ കൺട്രാക്ഷൻ വരിക എന്ന് പറയുന്നത് ഫസ്റ്റ് എക്സ്പീരിയൻസ്. അപ്പോൾ പിന്നെ ഞാൻ അത് കഴിഞ്ഞിട്ട് ഹസ്ബൻഡ് പറയുന്നുണ്ട് കുറേ ദിവസമായിട്ട് ഹോസ്പിറ്റലിൽ പോകാം. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും സ്കൂളിൽ പോയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകാം എന്ന് വിചാരിച്ചു. അങ്ങനെ സ്കൂളിൽ പോയി അവിടെ പ്രോഗ്രാമൊക്കെ നടക്കുന്നത് 3ാമത്തെ നിലയിലാണ് കേട്ടോ. അപ്പോൾ എന്നോട് ടീച്ചേഴ്സൊക്കെ പറഞ്ഞു സ്റ്റെപ്പൊന്നും കയറണ്ട, താഴെ ഇരുന്നോളാൻ പറഞ്ഞു. പക്ഷേ പിള്ളേർക്ക് പ്രോഗ്രാമൊക്കെ കാണണം. അവനെ ഫസ്റ്റ് ടൈമാണ് അവനെ കൊണ്ടുപോകുന്നത്, ഞാനില്ലാതെ പോകത്തില്ല. അപ്പോൾ എനിക്കും ഞാൻ സ്റ്റെപ്പൊക്കെ കയറി മുകളിൽ പോയി കേട്ടോ. അതെല്ലാം കണ്ടു. ഓൾമോസ്റ്റ് ഉച്ച വരെ അവിടെ ഇരുന്നു. അപ്പോൾ അവിടെ നമുക്ക് ജ്യൂസ്, ചോക്ലേറ്റ്സ് ഇതൊക്കെ തരുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഞാൻ എന്തെങ്കിലും ചോക്ലേറ്റൊക്കെ വായിലിടും, വെള്ളം കുടിക്കും. അപ്പോൾ ചില സമയം ഒരു ആശ്വാസം തോന്നും. വീണ്ടും ഈ ഒരു കൺട്രാക്ഷൻ ഭയങ്കരമായിട്ട് വരും. പിന്നെ അവസാനം ക്ലാസ്സിലൊക്കെ കയറ്റിയിരുന്നു, കുട്ടികളെ കയറ്റിയിരുന്നപ്പോൾ ഞാൻ ചെന്നപ്പോൾ എന്നോട് ടീച്ചേഴ്സൊക്കെ എല്ലാവർക്കും അറിയാവുന്നവരാണ് കേട്ടോ. എന്നോട് പറഞ്ഞു പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നേരെ പിന്നെ ഹോസ്പിറ്റലിലേക്ക് വന്ന് മക്കൾക്ക് ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുത്തു. അതിനുശേഷം ഡോക്ടറെ ഞാൻ കയറി കണ്ടു കേട്ടോ. കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഡോക്ടർ പറഞ്ഞു വയറ് നല്ല രീതിയിൽ കൺട്രാക്ഷനായിട്ട് കിടക്കുകയാണ്, നല്ല രീതിയിൽ ടൈറ്റായിട്ട് കിടക്കുകയാണെന്ന്. എനിക്ക് അതിശയം തോന്നി. ഇങ്ങനെ ഉണ്ടായതേ എനിക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണത്. അപ്പോൾ അതിന് ശേഷം ഞാൻ നോക്കിയപ്പോൾ പലർക്കും നല്ല അങ്ങനെയുള്ള സ്ഥിതിയും ഉണ്ടാകുമെന്നുള്ളതൊക്കെ ഞാൻ കണ്ടു, ഡോക്ടേഴ്സിൻ്റെ വീഡിയോയും കാര്യങ്ങളുമൊക്കെ. അപ്പം പിന്നെ ഞാൻ കൂടുതൽ വീഡിയോസ് കാണാനോ അല്ലെങ്കിൽ നെറ്റിൽ സെർച്ച് ചെയ്യാനോ ഒന്നും പോയില്ല. എൻ്റെ ഡോക്ടർ പറയുന്നത് കേൾക്കാനാണ് ഞാൻ നിന്നത്. ഹസ്ബൻഡ് കുറേ വഴക്ക് പറഞ്ഞിട്ട് എന്നോട് ആദ്യമേ തൊട്ടേ ഹോസ്പിറ്റലിൽ പോകാനായിട്ട് എപ്പോഴും അതെ, ഛർദ്ദിലൊക്കെ ഒന്ന് കൂടിയാൽ അപ്പോൾ ഹോസ്പിറ്റലിൽ പോകാൻ പറയും. ഞാനാണിങ്ങനെ പിന്നെ ആവട്ടെ എന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുന്നത്. ഞാൻ വിചാരിക്കുന്നത് പുള്ളി ഇപ്പോൾ വരുമല്ലോ, അങ്ങനെ ഒരു രീതിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അവസാനം ഡോക്ടർ നന്നായിട്ട് വയറൊക്കെ ചെക്ക് ചെയ്തു. നമുക്ക് വയറ് നന്നായിട്ട് ടൈറ്റായിട്ട് നല്ല രീതിയിൽ കൺട്രാക്റ്റഡ് ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അതിങ്ങനെ മാറി വരുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു 6 മന്ത്സ് ആയതേ ഉള്ളൂ, ഇപ്പോഴേ ഈ ഒരു പെയിൻ വന്നാലും ശരിയാവത്തില്ലല്ലോ. അപ്പോൾ എന്നോട് കംപ്ലീറ്റ് റെസ്റ്റ് പറഞ്ഞു കേട്ടോ. അതായത് ഞാൻ ബാത്റൂം കഴുകുമായിരുന്നു, വീട് തുടയ്ക്കത്തില്ല, വീട് തൂത്തൊക്കെ ഇടും, പാത്രം തേക്കും, എല്ലാ കാര്യങ്ങളും ഞാനാണ് ചെയ്യുന്നത്. പക്ഷേ അടുപ്പിച്ചെല്ലാം കൂടി അല്ല ചെയ്യുന്നത്. ഇപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ കുറച്ച് നേരം വന്ന് റെസ്റ്റ് എടുക്കും, പിന്നെ എഴുന്നേറ്റ് പതുക്കെ ചെയ്യും, അങ്ങനെയാണ്. അപ്പോൾ ഇപ്പം അങ്ങനെയല്ല, സ്കൂളിൽ വിടുന്നതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി നേരത്തെ എഴുന്നേറ്റ് എൻ്റെ ഒരു ടൈം എടുത്തിട്ടാണ് കേട്ടോ ചെയ്യുന്നത്, അങ്ങനെ ഓടി പിടിച്ചിട്ടൊന്നും അല്ല. എന്നിരുന്നാലും നേരത്തെ ചെയ്ത ഒരു കാര്യങ്ങളും ഇനി ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് വീട് തൂക്കുന്നതോ ഒന്നും, തുടയ്ക്കുന്നത്, ബാത്റൂം കഴുകുന്നത്, അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ചെയ്യരുത്, റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞു. ഈ ഒരു കൺട്രാക്ഷൻ ഉണ്ടല്ലോ, ഏർലി കൺട്രാക്ഷൻസ് പല കാരണങ്ങൾ കൊണ്ട് വരാം. എനിക്ക് ഭയങ്കര സിവിയർ ആയിട്ടുള്ള വോമിറ്റിംഗ് ആണ്, ഭയങ്കര ഛർദ്ദിലാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ബോഡി ഹൈഡ്രേറ്റഡ് അല്ലാന്നുണ്ടെങ്കിൽ, വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ കൺട്രാക്ഷൻസ് നേരത്തെ ഉണ്ടാവും. പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ അപ്പം വെള്ളം കുടിക്കുക എന്നുള്ളതാണ് ഒരു ഓപ്ഷൻ ഉള്ളത്. പക്ഷേ എനിക്ക് അത് പറ്റില്ല. അപ്പോൾ ഞാൻ ഫ്ലൂയിഡ് പോയിടും കേട്ടോ, ഫ്ലൂയിഡ് ഇഞ്ചക്ഷൻ പോയിടും. പിന്നെ നമ്മൾ എന്തെങ്കിലും കട്ടിയുള്ള ജോലികളൊക്കെ ചെയ്യുന്ന സമയത്താണ് ഈ ഒരു കൺട്രാക്ഷൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മൾ റെസ്റ്റ് എടുക്കുക, അപ്പോൾ അത് മാറും. പക്ഷേ ഇതിലോട്ടൊന്നും മാറുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറെ പോയി കാണണം കേട്ടോ. അപ്പോൾ എനിക്കിതുകൊണ്ടൊന്നും ശരിയാവുന്നില്ലായിരുന്നു, എനിക്കറിയില്ല എനിക്ക് എന്തുകൊണ്ടാണ് ഉണ്ടായത്, അതൊന്നും അറിയില്ല. അപ്പോൾ ഇങ്ങനെ കൺട്രാക്ഷൻ ആവാനായിട്ട് അത് മാറാനുള്ള മരുന്ന് എനിക്ക് തന്നിട്ടുണ്ട് കേട്ടോ. അത് 1 വീക്കിലത്തേക്കാണ് ഇപ്പോൾ മരുന്ന് തന്നിട്ടുള്ളത്. ആ 1 വീക്കിലുള്ള ഗുളികയ്ക്ക് തന്നെ നല്ല റേറ്റാണ് കേട്ടോ, നല്ല റേറ്റ്, 1000 എബോ ആവുന്ന റേറ്റാണ് വന്നിട്ടുള്ളത്. പിന്നെ എനിക്ക് വോമിറ്റിങ്ങിൻ്റെ ടാബ്ലറ്റ്, സ്ലീപ്പിങ്ങിന് ഉറങ്ങാനായിട്ടുള്ള ടാബ്ലറ്റ്, പിന്നെ എനിക്ക് ഉറക്കം, കാരണം ഈ കൺട്രാക്ഷൻ ആകുന്ന കാരണം എനിക്ക് ആ സമയത്തൊന്നും ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ വീണ്ടും നല്ല രീതിയിൽ വോമിറ്റിംഗ് ഉണ്ട്. അപ്പം ഈ വോമിറ്റിങ്ങിൻ്റെ ടാബ്ലറ്റ്, സ്ലീപ്പിങ്ങിനുള്ളത്, അത് അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം കഴിച്ചാൽ മതി. ഞാൻ പറഞ്ഞു തീരെ ഉറക്കമില്ല, പിന്നെ കോൺസ്റ്റിപ്പേഷൻ പ്രോബ്ലം ഉണ്ട്. പിന്നെ കൺട്രാക്ഷന് രാവിലെയും വൈകുന്നേരവുമാണ്, 2 ഗുളികയാണ്, 2 നേരമാണ് കഴിക്കാനുള്ളത് കേട്ടോ. അപ്പോൾ അത് പ്രോപ്പറായിട്ട് കഴിക്കണമെന്ന് പറഞ്ഞു. ഈ ഒരാഴ്ച കൊണ്ട് മാറിയില്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നാൾ കണ്ടിന്യൂ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ. നന്നായിട്ട് റെസ്റ്റ് എടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ മക്കളെ സ്കൂളിൽ വിട്ടു. അപ്പോൾ ആ ദിവസമൊക്കെ ഞാൻ പോയി വിളിക്കുമായിരുന്നു. പിന്നെ അവർ പറഞ്ഞു വരണ്ട, അവർ തന്നെ പിക്കപ്പ് ചെയ്തോളാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ വീട്ടിലേക്ക് വലിയ മിസ്സിങ് ആണ് കേട്ടോ, കാരണം ഇത്രയും ദിവസം പിള്ളേരുണ്ടായിരുന്നല്ലോ. പിന്നെ ഞാൻ ആ ഒരു ടൈമിലൊക്കെ ഇപ്പോൾ റെസ്റ്റ് എടുത്ത് വരികയാണ്, നന്നായിട്ട് കിടക്കും. പക്ഷേ ആ ഒരു സമയം കൺട്രാക്ഷൻ ഇരുന്ന സമയത്ത് എനിക്ക് ശരിക്കും കിടക്കാനോ ഒന്നിനും പറ്റുന്നുണ്ടായിരുന്നില്ല. അതായത് കിടന്നാലും വേദനയാണ്, നമുക്ക് കിടക്കാൻ പുറമൊക്കെ വേദനയാണ്. നമുക്ക് ആ ഒരു പ്രസവ സമയത്ത് ഉണ്ടാകുന്ന ഒരു പെയിൻ ഉണ്ടല്ലോ, എക്സാക്ട്ലി അത് തന്നെ, പുറം വേദന, കാല് വേദന, കൈ വേദന, നീരും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ട്, ആ ഒരു ഡെലിവറി ടൈമിൽ ഉണ്ടാകുന്ന എക്സാക്ട്ലി ഉള്ള ആ ഒരു പെയിൻ തന്നെ എല്ലാം.
അപ്പം ഞാൻ കരച്ചിലായിരുന്നു എനിക്ക് രാത്രിയും പകലൊക്കെ ഇരുന്ന് ഞാൻ കരയും. ചിലപ്പം അപ്പം ഞാൻ പിള്ളേർ കാണാതിരിക്കാൻ വേണ്ടി ഞാൻ ചിലപ്പോൾ അവരുടെ അടുത്ത് വരുമ്പോൾ ഞാൻ ഓക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ എന്താ ഒരു മിനിറ്റ് അങ്ങനെ ഇരിക്കും. അപ്പോൾ ഇപ്പം ഞാൻ ഗുളിക കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. അന്നോട്ട് ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഭയങ്കര ഒരു ചേഞ്ച് എന്ന് പറയാനുള്ള ഇതില്ല, പക്ഷേ എനിക്ക് നല്ല രീതിയിൽ കൺട്രാക്റ്റഡ് ആയിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരാഴ്ച കൊണ്ട് മാറിയില്ലെങ്കിൽ നെക്സ്റ്റ് വീക്കും കൂടി, പക്ഷേ ഒരാഴ്ചത്തെ മരുന്ന് മാത്രമേ തന്നിട്ടുള്ളൂ, നെക്സ്റ്റ് വീക്ക് നോക്കണം, കഴിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കഴിഞ്ഞേ വരുള്ളൂ എന്ന് പറഞ്ഞ് ഇപ്പോൾ പുള്ളിക്കാരൻ ഇപ്പോൾ ഉടനെ വരും. അപ്പോൾ അന്നേരം കുറച്ചും കൂടി എനിക്ക് റെസ്റ്റ് കിട്ടും. പിന്നെ ഇപ്പോൾ വീട് ക്ലീൻ ചെയ്യുന്ന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒരാളെ വെച്ച് ചെയ്യാന്നുള്ള ഒരു രീതിയിലാണ് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ തുടയ്ക്കാറൊന്നുമില്ല, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ബാത്റൂമൊക്കെ ഞാൻ കഴുകുമായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തുടയ്ക്കാൻ ആദ്യമേയൊക്കെ ഞാൻ തുടച്ചിടുകയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അതില്ല, ഇപ്പം എന്നെക്കൊണ്ട് പറ്റാറില്ല. കാരണം പ്രത്യേകിച്ച് ഒരു പെയിനൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ബോഡി ഭയങ്കരമായിട്ട് അങ്ങ് വീക്കായി. എനിക്ക് നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യങ്ങളും എനിക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു ഇത് എനിക്ക് തന്നെ മനസ്സിലായി. കാരണം ഭയങ്കര വീക്കായിപ്പോയി ബോഡി. അപ്പം അങ്ങനെ പിന്നെ വോമിറ്റിങ്ങും ഉണ്ടാകും കൂടെ. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഇങ്ങനെയുള്ള ഏർലി കൺട്രാക്ഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഡോക്ടറെ പോയി കാണണം കേട്ടോ. ആരും വെച്ചുകൊണ്ടിരിക്കുകയൊന്നും ചെയ്യരുത്. ഇപ്പോൾ ചില ഇതിൽ ഫാൾസ് പെയിനൊക്കെ വരും. എന്നിരുന്നാലും കൺട്രാക്റ്റഡ് ആവുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പം ചിലർക്കിനി വിട്ട് വരും. പിന്നെ ഇത് അടുപ്പിച്ചടുപ്പിച്ച് വരുമ്പോഴാണ് അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡോക്ടറെ പോയി കാണണം കേട്ടോ. എനിക്ക് ആദ്യമേ വിട്ടാണ് കൺട്രാക്റ്റഡ് ആയിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് അടുപ്പിച്ചടുപ്പിച്ച് തന്നെ വരാൻ തുടങ്ങി. അപ്പോൾ അല്ല ഭയങ്കര പെയിനാണ്. ഞാൻ ഭയങ്കരമായിട്ട് കരയുമായിരുന്നു, അത്രയും വേദനയായിരുന്നു. എനിക്കിപ്പോൾ ഇരുന്നിട്ടുണ്ടെങ്കിൽ എഴുന്നേക്കാൻ പറ്റത്തില്ല, എഴുന്നേക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കിടന്നിട്ടുണ്ടെങ്കിൽ എഴുന്നേക്കാൻ. ഇപ്പോൾ ആരെങ്കിലുമൊക്കെ വന്നാലും ചില ആളുകളുണ്ട്, നമ്മൾ പ്രഗ്നൻ്റ് ആണെന്നോ അങ്ങനെ ഒന്നും നോക്കുകയില്ല, അവരെ കാണുമ്പോൾ എഴുന്നേറ്റില്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടുകയില്ല. അപ്പം നമ്മുടെ ബുദ്ധിമുട്ട് ഏതാണെന്നൊന്നും പറഞ്ഞാലും എല്ലാവർക്കും മനസ്സിലാവണമെന്നൊന്നും ഇല്ല. അപ്പോൾ എനിക്ക് പെട്ടെന്ന് കാണുമ്പോൾ ഇങ്ങനെ എഴുന്നേക്കാനൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് ഇങ്ങനെ ഈ കൺട്രാക്ഷനൊക്കെ ഇങ്ങനെ ഇത് വന്ന സമയത്ത് ചാടി എഴുന്നേക്കരുത്, റെസ്റ്റ് എടുക്കുക എന്നുള്ളൊരു ഇതാണ് ഡോക്ടർ കംപ്ലീറ്റ്ലി തന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇപ്പം ഞാനത് പ്രോപ്പറായിട്ട് ഇങ്ങനെ കൊണ്ട് നടക്കുന്നുണ്ട്. ഈവൻ എനിക്ക് ശ്വാസം മുട്ടുക, സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ഇങ്ങനെ ശ്വാസം മുട്ടുന്ന പ്രശ്നം ഇതൊക്കെ ഉണ്ട്. ഈ ശ്വാസം മുട്ടല്ലെങ്കിൽ കോവിഡ് വന്നത് പിന്നെ നന്നായിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ അത് ഇപ്പം കുറച്ചും കൂടെ കൂടി എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും വരും. അപ്പോൾ ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കുക. പിന്നെ ഓരോരുത്തരും അവനവൻ്റെ ഹെൽത്തിനനുസരിച്ചിട്ട് ഇപ്പോൾ പലരും കമ്പയർ ചെയ്ത് പറയും, അവർ കണ്ടോ അങ്ങനെ പ്രഗ്നൻ്റ് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു, ജോലിക്ക് പോകുന്നവരുണ്ട്, ഡാൻസ് കളിക്കുന്നു, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ. അപ്പോൾ ആരെയും വെച്ച് കമ്പയർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഓരോ പ്രഗ്നൻ്റ് ലേഡിയും ഡിഫറെൻ്റ് അല്ലേ. എന്നെപ്പോലെയല്ല വേറൊരാൾ, അവരെപ്പോലെയല്ല ഞാൻ. എൻ്റെ ഹെൽത്ത് സിറ്റുവേഷൻ എപ്പോഴും എന്താണെന്നുള്ളത് എനിക്ക് അറിയുള്ളൂ, അന്നാണെങ്കിലും ഇന്നാണെങ്കിലും. അപ്പോൾ അതനുസരിച്ചിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ളത് എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അങ്ങനെ ഡോക്ടർ അത്രയും കറക്റ്റായിട്ട് എനിക്ക് കാര്യങ്ങൾ കുറേ നേരം ഇരുന്ന് സംസാരിച്ചു കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് എന്ന് വെച്ചാൽ കൺട്രാക്ഷൻ ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. പക്ഷേ എനിക്ക് ഡൗട്ടായിരുന്നു, ഇപ്പോഴേ അങ്ങനെയൊക്കെ ഉണ്ടാവുമോ, ഇല്ലല്ലോ, അങ്ങനെയൊക്കെ ആ ഒരു ചിന്തയായിരുന്നു എനിക്ക് കേട്ടോ. പക്ഷേ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ പേടിച്ചു പോയി. എൻ്റെ കണ്ണ് തള്ളിപ്പോയി. ആ ഒരു അവസ്ഥയായിരുന്നു. ഇങ്ങനെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് അങ്ങനെയൊക്കെ. ഫസ്റ്റ് ടൈമാണ് അങ്ങനെയൊക്കെ ഉണ്ടെന്ന് പോലും ഞാൻ അറിയുന്നത് കേട്ടോ. പിന്നെ അതിന് ശേഷമാണ് ഞാനിങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇങ്ങനത്തെ സിറ്റുവേഷൻസും ഉണ്ടാവാം, റെയർ ആയിട്ടാണെന്നുണ്ടെങ്കിലും എന്ന് മനസ്സിലായത്. അപ്പോൾ അതിനുശേഷം അതനുസരിച്ചിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ രാവിലെ ടാബ്ലറ്റ് കഴിച്ചിട്ട് ഞാനൊന്ന് കയറി കിടക്കും. രാത്രിയാണെങ്കിൽ ഇങ്ങനെ തന്നെ. ഉറക്കം വരാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. പക്ഷേ ഞാൻ ഉറക്കഗുളിക ഇതുവരെ കഴിച്ച് തുടങ്ങിയിട്ടില്ല. അപ്പോൾ കുറേ ടാബ്ലറ്റ് ഉള്ളതുകൊണ്ട് തന്നെ മക്കളെ സ്കൂളിൽ വിട്ട് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവരെ അങ്ങനെ ഒരുപാട് പഠിപ്പിച്ച് തുടങ്ങിയിട്ടൊന്നുമില്ല. ഞാൻ സ്കൂളൊക്കെ മാറ്റിയായിരുന്നു. ഈ ഒരു സ്കൂളിൽ ഇച്ചിരി റിലാക്സേഷനൊക്കെ ഉണ്ട്, സമാധാനമുണ്ട്. അപ്പോൾ എനിക്ക് 6:30 കഴിയുമ്പോൾ തൊട്ട് ഞാൻ ഗുളികയൊക്കെ കഴിച്ചു തുടങ്ങും. നേരത്തെ ഫുഡ് കഴിക്കും, നേരത്തെ കിടന്നുറങ്ങും. എനിക്ക് കിടക്കും, പിള്ളേരെ ഉറക്കും, ഞാനും നേരത്തെ കിടക്കും. നല്ല ഒരു റൂട്ടീനിലാണ് കൊണ്ടുപോകുന്നത് എൻ്റെ കാര്യങ്ങളും പിള്ളേരുടെ കാര്യങ്ങളും. അങ്ങനെ കൊണ്ടുപോയിട്ടേ കാര്യമുള്ളൂ എനിക്ക്. അപ്പോൾ ഫോൺ പോലും ഞാനിപ്പോൾ നോക്കുന്നതൊക്കെ കുറച്ച് കേട്ടോ. തീരെ ഫോൺ നോക്കാറില്ല. എന്നുവെച്ചാൽ ഇപ്പോൾ ഫോണിൽ എന്തെങ്കിലും നോക്കിയാൽ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് അതിലങ്ങ് ഇരുന്ന് പോകും. അപ്പോൾ എനിക്ക് അങ്ങനെയും ഇതില്ല. എല്ലാത്തിൽ നിന്നൊന്ന് ഡിറ്റാച്ച്ഡ് ആയിട്ട് എനിക്കൊന്ന് ഓക്കെ ആയിട്ട് ഫ്രീ ആയിട്ട് ഇരിക്കാനാണ് ഞാനിപ്പോൾ ശ്രമിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഡോക്ടർ പറഞ്ഞു തരും കേട്ടോ. അപ്പോൾ അങ്ങനെ എന്നെ ഓക്കെ ആവാനായിട്ട് ഞാൻ നന്നായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഒട്ടും സ്ട്രെസ് ആവരുതെന്ന് പറയുന്നുണ്ട്, ടെൻഷൻ അടിക്കരുതെന്ന് പറയുന്നുണ്ട്. അങ്ങനെയും നമുക്ക് ഈ കൺട്രാക്ഷൻ ഉണ്ടാവാം. എൻ്റെ സെക്കൻഡ് ഡെലിവറി എനിക്ക് ടെൻഷൻ അടിച്ചാണ് നേരത്തെ ഡെലിവറി ആയിട്ടുള്ളത്, സെക്കൻഡ് പ്രഗ്നൻസി.
ടെൻഷൻ അടിച്ചും അത്രയും ടെൻഷനായിരുന്നു. അപ്പോൾ നമ്മൾ ഒരുപാട് ടെൻഷൻ അടിച്ച് സ്ട്രെസ് അടിച്ചിട്ടാണെന്നുണ്ടെങ്കിലും നമുക്ക് ഇതുപോലെ കൺട്രാക്ഷൻസ് നേരത്തെ ഉണ്ടാവാം. എനിക്ക് അതും ഉണ്ടാകാറുണ്ട് ഇടയ്ക്ക്. ഭയങ്കരമായ ടെൻഷനും പ്രശ്നങ്ങളും സ്ട്രെസ്സൊക്കെ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ടാണെന്നും അറിയില്ല. അപ്പോൾ എന്തുകൊണ്ടാണെന്നുണ്ടെങ്കിലും ഞാനിപ്പോൾ ഇങ്ങനെ ടാബ്ലറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല റേറ്റിലുള്ള ടാബ്ലറ്റാണ്. റേറ്റിൻ്റെ കാര്യങ്ങളൊന്നുമല്ല, ഞാൻ പറഞ്ഞതാണ് കേട്ടോ. ഈ ഒരു കൺട്രാക്ഷൻ ഇങ്ങനെ ഇതാണ് അതിൻ്റെ മരുന്നിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. 1 വീക്കിലേക്കാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെയുള്ള എന്ത് കാര്യം ഉണ്ടെങ്കിലും എല്ലാവരും ഹോസ്പിറ്റലിൽ കാണിക്കും. ഇപ്പോഴാണ് ഇങ്ങനെ സംസാരിക്കുമ്പോൾ എനിക്ക് ശ്വാസം മുട്ടും. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിലാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെയൊക്കെ വരുന്നുണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോഴും ഉണ്ട്, സംസാരിക്കുമ്പോൾ ശ്വാസം മുട്ടും, ഇതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ പ്രോബ്ലംസും ഗുളിക കഴിച്ച് തുടങ്ങി, എന്നാലും അങ്ങ് ഓക്കെ ആയിട്ടില്ല. അപ്പോൾ ഓക്കെ ആവും, നന്നായിട്ട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞ രീതിയിലൊക്കെ ഹെൽത്ത് കൊണ്ടുപോകണം. എൻ്റെ സംസാരമൊക്കെ ഇങ്ങനെ സ്ലോ ആയിട്ടുള്ളത് അതുകൊണ്ടാണ്. ഈ സംസാരിക്കുമ്പോഴും നല്ല ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ട്. അപ്പോൾ എന്തായാലും ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാൻ എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉടനെ ഒരു ഡോക്ടറെ പോയി കാണിക്കട്ടെ. ഏർലി കൺട്രാക്ഷൻസ് ഒട്ടും നല്ലതല്ല. എൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട്. അപ്പോൾ അവളുടെ സിസ്റ്ററോ കസിനോ ആരോ ആണ് പറഞ്ഞിരുന്നു ഇങ്ങനെ. എൻ്റെ ഈ കാര്യം ഞാൻ ഷെയർ എന്ന് വെച്ചാൽ എൻ്റെ നല്ലൊരു ഫ്രണ്ടാണ് അവിടെ. എനിക്ക് എപ്പോഴും ഭയങ്കര സപ്പോർട്ടീവായിട്ട് നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുകയും എപ്പോൾ എന്ത് സ്ട്രെസ് ഉണ്ടെങ്കിലും അത് റിലീഫ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമുക്ക് ഭയങ്കര സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന ഒരാളാണ് പണ്ട് തൊട്ടേ. അവളുടെ ഒരു കസിൻ ഇങ്ങനെ 6 മാസത്തിൽ കൺട്രാക്ഷൻ കൂടി ഡെലിവറി ആയി. കുറേ നാൾ കുഞ്ഞിനെ NICUവിലൊക്കെ വയ്ക്കേണ്ട ഒരവസ്ഥ വന്നത്. ട്വിൻസായിരുന്നു. അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം എന്നുള്ളത് എന്ന് വെച്ചാൽ നമ്മുടെ കാര്യങ്ങൾ പറയുമ്പം നമ്മളെ അതേ രീതിയിൽ മനസ്സിലാക്കാൻ പറ്റുന്ന, മുന്നോട്ടും നമ്മളെ മനസ്സിലാക്കി നമ്മുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരോട് വേണം നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യാൻ. അപ്പോൾ ഞാൻ ഇപ്പം പക്ഷേ ഫോണിലെല്ലാം ഞാൻ കുറച്ചു വിട്ടു. ഞാൻ മാക്സിമം റെസ്റ്റ് എടുക്കുക എന്നുള്ളതാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഫോണിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ അത് സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ ഇരുന്ന് പോകും. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ഉറങ്ങണമെങ്കിൽ ഉറങ്ങാൻ പറ്റത്തില്ല, അതിലേക്ക് അങ്ങ് ആയിപ്പോവും. അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെയൊന്നും അല്ലാതെ ഫോണിൻ്റെ യൂസൊക്കെ കുറച്ച്, നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഇതറിഞ്ഞപ്പം ഭയങ്കര വിഷമമായിരുന്നു. ഞാൻ ഹസ്ബൻഡിനെ വിളിച്ചിട്ടാണെങ്കിലും കുറേ കരഞ്ഞു പോവുകയാണ് ചെയ്തത്. പിന്നെ ജൂൺ 2 പിള്ളേരുടെ സ്കൂൾ തുറക്കുന്ന ഒരു ദിവസം എനിക്ക് ശരിക്കും അങ്ങ് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ഒരിതുണ്ടായിരുന്നു. പിന്നെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പോൾ അതിന് കുറച്ച് ദിവസം മുന്നേ തുടങ്ങി കൺട്രാക്ഷൻ വേദനയും കാര്യങ്ങളുമൊക്കെ. പിന്നെ വെഡിങ് ആനിവേഴ്സറിയുടെ കാര്യം ഞങ്ങൾക്ക് അങ്ങനെ ബർത്ത്ഡേ ആണെങ്കിലും ഞങ്ങളുടെ ബർത്ത്ഡേ വെഡിങ് ആനിവേഴ്സറി അങ്ങനെ ആഘോഷിക്കണം എന്നൊരു ഇതുള്ള ആൾക്കാരല്ല കേട്ടോ. പക്ഷേ മക്കളുടെ കാര്യങ്ങളൊക്കെ ബർത്ത്ഡേ ഒക്കെ വന്നാൽ കേക്ക് കട്ട് ചെയ്യണം അങ്ങനെയൊക്കെ തോന്നും. പക്ഷേ ഞങ്ങളിതിനങ്ങനെ തോന്നാറൊന്നുമില്ല. ഇപ്പോൾ എൻ്റെ ബർത്ത്ഡേ ആണെങ്കിൽ എനിക്കങ്ങനെ ആഘോഷിക്കണമെന്നോ കേക്ക് അങ്ങനെ തോന്നാറേ ഇല്ല കേട്ടോ. എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല. പക്ഷേ സ്കൂൾ തുറക്കുന്ന ദിവസമായിരുന്നു. അതൊക്കെ അങ്ങനെ ഒരു വിചാരിച്ചതുപോലെ അങ്ങ് ഓക്കെ ആവാൻ പറ്റിയില്ല. കാരണം ഞാൻ അവിടെ പോയി ഫുള്ളിരുന്നതും എല്ലാം ഈ പെയിനായിരുന്നു. അത് കുറച്ച് ദിവസം തൊട്ട് തുടങ്ങിയതാണ്. അപ്പം അന്നേ പോയി ഒന്ന് ഡോക്ടറെ കാണിച്ചാൽ മതിയായിരുന്നു. പക്ഷെ അന്ന് ഇങ്ങനെ സ്റ്റെപ്പും കയറി നമ്മൾ കുറച്ചും കൂടി അങ്ങ് കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ കുറച്ചും കൂടി അത് അങ്ങനെ. പക്ഷെ അന്ന് തൊട്ട് പക്ഷേ അത് കഴിഞ്ഞ് ഞാൻ ഡ്രൈവൊക്കെ ചെയ്തു. പക്ഷേ ഇപ്പം ഞാൻ റെസ്റ്റിലാണ് കേട്ടോ. ഇപ്പോൾ രാവിലെ ഗുളിക കഴിക്കും, കയറി കിടക്കും. ഇന്നലെയൊക്കെ ഒന്ന് കയറി കിടന്നിട്ട് ഞാൻ ഉറങ്ങിപ്പോയി. മക്കളെ ഇന്നലെ ഞാൻ കൊണ്ടാക്കിയത്. ഞാൻ ഉറങ്ങിപ്പോയിട്ട് ഒരു ഉച്ചയൊക്കെ ആയപ്പോഴാണ് എഴുന്നേറ്റത്. വീണ്ടും ഗുളിക കഴിക്കുന്നതിന് ഭയങ്കര ക്ഷീണമാണ് കേട്ടോ. ഭയങ്കരമായിട്ട് ടയേർഡ് ഫീലാണ്. അപ്പോൾ വീണ്ടും ഉച്ചയ്ക്ക് കിടക്കുമ്പോൾ ഞാൻ വീണ്ടും മയങ്ങിപ്പോവും. അങ്ങനെ ഒരു രീതിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ റെസ്റ്റ്, രാത്രി ഉറക്കം കുറവാണ്. അപ്പോൾ ഡോക്ടർ പറയും പകലാണെങ്കിലും ഉറങ്ങാൻ ട്രൈ ചെയ്യണം, നന്നായിട്ട് റെസ്റ്റ് എടുക്കണം. നമ്മൾ റെസ്റ്റ് ശരീരത്തിന് മാത്രമല്ല മാനസികമായിട്ടുള്ളൊരു റെസ്റ്റും കൂടി വേണം. മെൻ്റലി നമ്മൾ സ്ട്രെസ്സോ ടെൻഷനോ ഒന്നും കൂടാതെ, സ്ട്രെസ് ഉണ്ടാക്കുന്ന ഒരു കാര്യങ്ങളും ഉണ്ടാവാതിരിക്കാൻ നോക്കണം. അത് എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. കാരണം ഇപ്പോൾ എയർലി കൺട്രാക്ഷൻ, അതായത് ഇങ്ങനെ ഡെലിവറി പെയിൻ ആയിട്ട് വരുന്ന ഇത് ഒട്ടും നല്ലതല്ല. അതുകൊണ്ട് ഒട്ടും ടെൻഷനോ സ്ട്രെസ്സോ ഒന്നും എടുക്കാതെ നോക്കാനായിട്ടും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ വരുന്ന ഒരു കാര്യങ്ങളിലേക്കും പോവാതെ ഇരിക്കാൻ ഞാൻ ശ്രദ്ധിക്കും. അപ്പോൾ ഹസ്ബൻഡാണെങ്കിലും പറയും ദയവ് ചെയ്ത് ടെൻഷൻ അടിച്ച് ഒന്നും സ്ട്രെസ്സാക്കി വെക്കരുത്, അങ്ങനെയൊക്കെ എന്നോട് പറയും എപ്പോഴും. പക്ഷെ പുള്ളി വിളിച്ചാൽ പോലും പലപ്പോഴും എനിക്ക് എടുക്കാൻ പറ്റത്തില്ല കേട്ടോ. കാരണം ഞാൻ സംസാരിക്കുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട്, പിന്നെ ഇപ്പം ക്ഷീണമാണ്, ഇങ്ങനെ കിടന്ന് പോവും. അപ്പോൾ കിടക്കുമ്പോഴും ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പോൾ അത് ഇച്ചിരി മാറി. പുറമെല്ലാം ഇങ്ങനെ പേശി വലിവ് ഭയങ്കരമായിട്ട് വന്നിട്ട് കാലിനൊക്കെ ഇങ്ങനെ വലിഞ്ഞ് ഭയങ്കര കൺട്രാക്റ്റഡായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടല്ലോ. ഈ കയ്യിലൊക്കെ നീരായിരുന്നു കേട്ടോ. ഈ മോതിരമൊക്കെ ഭയങ്കര ടൈറ്റായിട്ട് കിടക്കുക. ഞാൻ ഇതൊക്കെ ഊരി വെച്ചിരിക്കുകയായിരുന്നു. നല്ല ടൈറ്റായിരുന്നു എനിക്ക് ആ സമയത്ത്. ഇപ്പോൾ ആ ഒരു നീര് മാറിയിട്ടുണ്ട്.
രണ്ട് കയ്യിലും നല്ല നീരായിരുന്നു, നല്ല ടൈറ്റായിട്ട് ഇങ്ങനെ ഇറുകി കിടക്കുമായിരുന്നു മോതിരമൊക്കെ. എനിക്ക് മോതിരം ഇറുകുമ്പോഴാണ് മനസ്സിലാവുന്നത് നീരുണ്ടെന്നുള്ളത്, അല്ലാതെ എനിക്ക് മനസ്സിലാകത്തില്ല. എൻ്റെ കൈ ഭയങ്കര നീളമുള്ള വിരലുകളൊക്കെ, അപ്പോൾ എനിക്കങ്ങനെ പെട്ടെന്ന് മനസ്സിലാകത്തില്ല. പക്ഷേ ഈ മോതിരം ടൈറ്റ് ആകുമ്പോൾ മനസ്സിലാവും. കാലിലാണെങ്കിലും അതെ, നീളമുള്ള പാദമാണ്, വിരലൊക്കെ നീളം, അപ്പം പെട്ടെന്ന് നീര് വെച്ചാൽ എനിക്ക് മനസ്സിലാകത്തില്ല. പക്ഷേ കയ്യിൽ ഇങ്ങനെ ആകുമ്പോൾ എനിക്കത് മനസ്സിലാകും. പിന്നെ കാലിൽ ഇഞ്ചി ഇട്ടിട്ടുണ്ട്, അത് ടൈറ്റ് ആകുമ്പോഴൊക്കെയാണ് എനിക്ക് മനസ്സിലാകുന്നത്. അങ്ങനെ പിന്നെ മുഖത്തും നീരൊക്കെ വരാറുണ്ട്, പക്ഷേ മുഖത്ത് ഇത്തവണ വന്നില്ല. കണ്ണൊരുമാതിരി വീങ്ങിയിരുന്ന പോലെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഗുളിക ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥ ആർക്കെങ്കിലും, ഞാൻ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പറഞ്ഞു കേട്ടോ. വീഡിയോ ഒക്കെ ലെങ്തായി പോയി. ഇത് എവിടെയെങ്കിലും ആർക്കെങ്കിലും യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് മാത്രം ഇട്ടൊരു വീഡിയോ ആണ്. ഇതെല്ലാവരും കാണുമൊന്നുമില്ല, എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കത്തില്ല. എന്നിരുന്നാലും ആർക്കെങ്കിലും ഒക്കെ ഇങ്ങനെയുള്ളൊരു കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലേറ്റ് ആവാതെ പോയി കാണണം കേട്ടോ. ഏർലി കൺട്രാക്ഷൻ അത്ര നല്ലതല്ല, ശ്രദ്ധിക്കണം. ഒത്തിരി ഏർലി ആയിട്ടുള്ള ഡെലിവറിക്കൊക്കെ കാരണമാവും. അപ്പോൾ അത് നമ്മളെ കൺട്രാക്ഷൻസ് കുറയ്ക്കാനുള്ള മെഡിസിൻസൊക്കെ ഡോക്ടർ തരും. ഞാനിപ്പോൾ അതാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. നന്നായിട്ട് റെസ്റ്റ് എടുക്കുക, നന്നായിട്ട് കിടക്കാനാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ തലവണയൊക്കെ പൊക്കി വെച്ചിട്ട് കിടന്ന് റെസ്റ്റ് എടുക്കുകയാണിപ്പോൾ. എന്തായാലും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നമുക്ക് വേറൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ.